കേരളത്തെ സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചറാകും വിഴിഞ്ഞം തുറമുഖമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞത്. സത്യത്തിൽ അതിലത്ര അതിശയോക്തിയില്ല. സിംഗപ്പൂർ തുറമുഖത്തെ പോലും മറികടന്ന് സമുദ്രാധിഷ്ഠിത ചരക്കു നീക്കത്തിൽ ഇന്ത്യ വിഴിഞ്ഞത്തിലൂടെ മുഖ്യസ്ഥാനം നേടിയെടുക്കാൻ ഒരുങ്ങുകയാണ്. കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തമോടെ നടപ്പാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ എക്കാലത്തെയും വലിയ സ്വകാര്യ മേഖലാ നിക്ഷേപമാണ്. കേരള വികസനത്തിന്റെ നാഴികക്കല്ലായി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പുതിയ പ്രതീക്ഷകളും സാധ്യതകളും ഉയരും. 10 വർഷം കഴിയുമ്പോൾ തുറമുഖത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 1% സംസ്ഥാന സർക്കാരിന് ലഭിക്കും. തുടർ വർഷങ്ങളിൽ അത് വർദ്ധിച്ചു വരും. 2045 പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടം 2-3 പിണറായി സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി 2028 പൂർത്തീകരിക്കാനാകും. അടുത്ത 4 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലേക്ക് 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. നിലവിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള തുറമുഖത്തിന്റെ കൈകാര്യശേഷി 30 ലക്ഷം കണ്ടെയ്നറായി ഉയരും. ചുരുക്കത്തിൽ ലോകോത്തര കപ്പൽ കമ്പനികളുടെയും വ്യവസായികളുടെയും ഒന്നാമത്തെ പരിഗണനയിലേക്ക് വിഴിഞ്ഞം മാറുകയാണെന്ന്. തുറമുഖവുമായി ബന്ധപ്പെട്ട് 693 പ്രദേശവാസികൾക്ക് വിവിധ മേഖലകളിൽ നിലവിൽ തൊഴിൽ ലഭിച്ചു. ഇനി വരുന്ന ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ പ്രത്യക്ഷ തൊഴിലവസരങ്ങൾ 1000-ഉം പരോക്ഷമായി 2000 തൊഴിലവസരവും ലഭ്യമാകും. തുറമുഖവുമായി ബന്ധപ്പെട്ട് വിവിധ കോഴ്സുകളിൽ 2016 മുതൽ 2024 വരെ 14,848 പേർക്ക് പ്രവേശനവും നൽകി. തുറമുഖത്തോടനുബന്ധിച്ച് അനേകം മറ്റു വ്യവസായങ്ങളും സംരംഭങ്ങളും വരും. പ്രദേശവാസികൾക്ക് 50% തൊഴിലവസരം നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്നാം ഘട്ട പദ്ധതി ചെലവിന്റെ 60%-ലധികം, അതായത് 5,222 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത്. അനുബന്ധ വികസനങ്ങൾക്കായി 5,000 കോടിയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കും. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ 800 മീറ്റർ നീളത്തിലുള്ള ബെർത്ത് സൗകര്യം ഒരുക്കുമ്പോൾ ഇനി വരുന്ന ഘട്ടങ്ങളിൽ 2000 മീറ്റർ നീളമുള്ള ബെർത്തിംഗ് കപ്പാസിറ്റി കൈവരും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പിന് വിഴിഞ്ഞത്ത് അനായാസനം വന്ന് നങ്കൂരമിടാൻ സാധിക്കും. ഓരോ തവണയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്ന കപ്പലുകൾ വ്യവസായത്തിന്റെ ഭാഗമായ വരുമാനത്തിലും സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലും വലിയ പുരോഗതി സൃഷ്ടിക്കും. തൊഴിലവസരങ്ങൾ ഇനിയും വർദ്ധിക്കും. എല്ലാ അർത്ഥത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിഴിഞ്ഞത്തിലൂടെ കേരളത്തിന്റെ വ്യാവസായിക, വാണിജ്യ, തൊഴിൽ മേഖലകളിൽ വൻ പുരോഗതി നേടുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തിന്റെ വികസന രംഗത്ത് വിഴിഞ്ഞം തുറമുഖം വിസ്മയങ്ങൾ തീർക്കും.